കോതി ആവിക്കൽത്തോട് ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് പദ്ധതികളുടെ റീടെൻഡർ നടപടികളിലേക്ക് കടന്ന കോഴിക്കോട് കോർപ്പറേഷൻ. നിർമ്മാണ പ്രവൃത്തിക്കുള്ള റീടെൻഡർ അനുമതിക്കായി നടപടി തുടങ്ങിയതായി മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു. പദ്ധതിയുമായി വീണ്ടും വന്നാൽ സമരം ശക്തമാക്കുമെന്ന് കോതി ആവിക്കൽത്തോട് സമരസമിതികൾ വ്യക്തമാക്കി. ശക്തമായ ജനകീയ പ്രതിഷേധം, കോടതി ഇടപെടൽ. അമൃത് പദ്ധതി ഒന്നിൽ പൂർത്തീകരിക്കാൻ കഴിയാതിരുന്ന കോതി ആവിക്കൽത്തോട് ശുചിമുറി മാലിന്യ പ്ലാന്റുകളുടെ നിർമ്മാണ പ്രവൃത്തിക്കാണ് വീണ്ടും ജീവൻ വയ്ക്കുന്നത്. കരാർ തുക കൂട്ടണമെന്നാവശ്യപ്പെട്ട് നിർമ്മാണ കമ്പനി കോർപ്പറേഷനെ സമീപിച്ചു. പിന്നാലെയാണ് വീണ്ടും ടെൻഡർ നടപടി ആരംഭിച്ചത്. 5 കൊല്ലം മുമ്പല്ലേ നമ്മളിത് തുടങ്ങിയത്. അന്നത്തെ റേറ്റ് മതിയാവില്ലല്ലോ ഇന്ന് ആ പണി പൂർത്തിയാക്കാൻ. അതായത് പ്ലാന്റ് നിർമ്മാണവുമുണ്ട്, നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ നിന്ന് എന്ത് കണക്ഷൻ ഇങ്ങനെ എടുത്തെടുത്ത് പോകുന്നതാണ് നെറ്റ്വർക്ക്. അപ്പോൾ ഇതിനകത്ത് ഈ വർക്കിനും ബാക്കി 3 വർക്കിനും നമുക്ക് എന്ത് കൊടുക്കേണ്ടതുണ്ട്? പുതിയ ടെൻഡർ വിളിക്കണം. ഈ ഒന്നാമത്തെ അമൃതിൽ നടക്കാതിരുന്ന കാര്യങ്ങൾക്ക് രണ്ടാമത്തെ അമൃതിൽ നടത്താനുള്ള അനുവാദം കിട്ടിയതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ജനവാസ മേഖലയിൽ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് കോതി ആവിക്കൽത്തോട് സമരസമിതികൾ ആവർത്തിച്ചു. ഏത് വില കൊടുത്തും ഞങ്ങൾ ഈ പദ്ധതിയെ ഇവിടെ നിന്ന് ഇല്ലാതെ, കാരണം കോഴിക്കോട് കോർപ്പറേഷന് ഈ ജനങ്ങളെ ഉപദ്രവിച്ചിട്ട് അവർക്ക് മതിയായിട്ടില്ല. കോഴിക്കോട് കോർപ്പറേഷൻ ഒരുപാട് സ്ഥലങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ അധീനത്തിലുണ്ട്. കോഴിക്കോട് അവിടെ ഒന്നും സ്ഥാപിക്കാതെ ഈ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് തന്നെ സ്ഥാപിക്കണമെന്ന് എന്താണ് ഈ കോഴിക്കോട് കോർപ്പറേഷനും ഭരണാധികാരികൾക്കും ഇത്ര വലിയ വാശി? ഇതിന്റെ പിന്നിൽ വലിയൊരു അജണ്ടയുണ്ട്. 2026 അമൃത് പദ്ധതി 2ന്റെ കാലാവധി പൂർത്തിയാകും. അതിനു മുൻപ് 2 പദ്ധതികളും പൂർത്തീകരിക്കാനാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്. മീഡിയ 1 കോഴിക്കോട്.